നാളെ നമ്മൾ കുടുംബക്ഷേത്രത്തിലെ കൊടുതിയാണ്. അപ്പോൾ രാവിലെ അമ്മ പോയിട്ടുണ്ട്, അവിടെ എന്തൊക്കെയോ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. പോയി നോക്കാം. ഓടി കൽപ്പിക്കണ്ടേ? അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു ഷെഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പൂജാ സാധനങ്ങൾ വെക്കാനും പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പം അതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അമ്മയും ഏളാമ്മയും വല്യമ്മയും കൂടിയാണ് ചാണകമൊക്കെ തളിച്ചിട്ടുള്ളത്. കുറച്ച് ഭാഗം മാത്രമേ തളിച്ചിട്ടുള്ളൂ, ബാക്കി പണി കഴിഞ്ഞിട്ട് തളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സൈഡിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3 മണിയാവാറായി. അപ്പം ഞാനും അമ്മയും കൂടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്രെയിം അടുപ്പിക്കാനുണ്ട്. അടുത്ത വീട്ടിലൊരു ആശാരി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മേമ നാളത്തെ സദ്യക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പുറത്തെ വല്യമ്മമാരൊക്കെ ഉണ്ട്. തറയിൽ പേരെഴുതാനുണ്ടായിരുന്നു. അപ്പം ഞാനും വലിയച്ഛൻ്റെ മോളും കൂടെ തറയിൽ പേരൊക്കെ എഴുതി വെച്ച്, പിന്നെ കുറച്ച് ഡെക്കറേഷൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കുരുത്തോലേനോടൊക്കെ. അപ്പോൾ രണ്ടാളും അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുകയാണ്. വലിയച്ഛനപ്പുറത്ത് അതൊക്കെ റെഡിയാക്കിയതൊക്കെ പിന്നെ അവിടെ കൊണ്ടുപോയി ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചുറ്റിലും കുരുത്തോല അങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ മുന്നിൽ ഈ ഷെഡ് മുതൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ വേറൊരു ലൈനായിട്ട് കുരുത്തോല കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ തറകൾ അപ്പുറത്തുണ്ട് 4 അതിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ കുരുത്തോല തൂക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ താഴെ നമ്മൾ പിന്നെ ഈ ചുവപ്പ് ചെമ്പരത്തി ഉണ്ടല്ലോ അതിൻ്റെ ഇതളും സ്റ്റാപ്ലർ അടിച്ചിട്ട് വെക്കുന്നുണ്ട്. അത് പിന്നെ പിറ്റേ ദിവസം ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പം സമയം 1:33 ബാക്കി ഇനി നാളെ രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഹലോ, കുറച്ച് നേരം എഴുന്നേറ്റിട്ട് എനിക്ക് ടൈം ടേബിളിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. പുതിയ അഡ്മിഷനൊക്കെ വരുന്നുണ്ട്, അപ്പം അതൊന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം അതൊന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങോട്ട് പോകുന്നു? രാമനാട്ടുര. അപ്പം ഞങ്ങൾ രാമനാട്ടുര പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങൾ പൂവ് വാങ്ങിക്കാൻ വേണ്ടി പോയി, മുല്ലപ്പൂ വാങ്ങിക്കാം വൈകുന്നേരം വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും ചേച്ചിയും കൂടിയാണ് പോയത്. ഞങ്ങൾക്ക് 2 വാങ്ങിക്കാനാണ് പോയത്. പിന്നെ മേമ്മമാർ ഓർക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പൂ വാങ്ങിച്ച് പിന്നെ ചേച്ചിക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മഹാമേളയിൽ പോയിട്ട് ചെരുപ്പെടുത്ത്. അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, അധികം റേറ്റും ഇല്ല. അപ്പോൾ അവിടെ പോയിട്ട് അവൾക്ക് ചെരുപ്പെടുത്ത് 11:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. തിരിച്ചെത്തിയത് 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഫുഡായിട്ടില്ല. കണ്ട് അപ്പം അമ്പലത്തേക്ക് ഫുഡ് വയ്ക്കാനുള്ള പാത്രമൊക്കെ എടുത്തോണ്ട് പോവാ. സാമ്പാറിനുള്ളത് ഒരു സൈഡിൽ അരിയുണ്ട്. പിന്നെ രാത്രിത്തേക്കുള്ള അവിയലിനുള്ളത് അപ്പുറത്ത് എളാമ്മമാർ അരിയുന്നുണ്ട്. പിന്നെ പുളിഞ്ചിയൊക്കെ റെഡിയായി. പുളിഞ്ചി പിന്നെ ഇടിച്ചക്കേൻ്റെ ഉപ്പേരി അതൊക്കെ റെഡി ആയിണ്. ഞാൻ ഈ അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ. കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്, അതും കൂടെ പോയി ചെയ്യട്ടെ. കുരുത്തോലൻ്റെ താഴെ ചെമ്പരത്തിൻ്റെ ഇതള് സ്റ്റാപ്ലർ ചെയ്യാണ്. ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 3 മണിയായി.
വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ്. അമ്പലത്തിൽ തൊഴുതതിന് ശേഷം പിന്നെ പ്രസാദവും പായസവും കിട്ടി. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. രമ്യേച്ചപ്പം ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സ്റ്റൂളിൽ പട്ടൊക്കെ വിരിച്ചിട്ട് അവിടെ നെയ് വിളക്കിൻ്റെ വിളക്കൊക്കെ റെഡിയാക്കുകയാണ്. പൂജ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്പലത്തിൻ്റെ ഒരു സൈഡ് പടയ്ക്കും. ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് ഒരു ബിസ്ക്കറ്റെങ്കിലും കിട്ടി. ചോറിടണം അതൊക്കെ. ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.